അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഫ്ളലി റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബിഹിൽ ഫായിസീന ബിറിദല്ലാഹി അജ്മഈൻ. അമ്മാ ബഅദ്. പരിശുദ്ധമായ റമളാനിൻ്റെ 14-ാമത്തെ പ്രഭാതത്തിലാണ് നാം ഓരോരുത്തരുമുള്ളത്. അല്ലാഹു ഇതുവരെയുള്ള നമ്മുടെ നോമ്പുകൾ സ്വീകരിക്കുകയും ഇഹലോകത്തും പരലോകത്തും പ്രയോജനപ്പെടുന്ന രൂപത്തിൽ അതിൻ്റെ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. പ്രിയമുള്ളവരെ, നമുക്കെല്ലാവർക്കും അറിയാം, രണ്ടാമത്തെ ഈ 10 ദിവസങ്ങൾ മഗ്ഫിറത്തിൻ്റെ പുണ്യദിനങ്ങളാണ്, പാപമോചനത്തിൻ്റെ ദിവസങ്ങളാണ്. മനുഷ്യനെന്ന് പറയുന്നത് എപ്പോഴും പാപത്തിലേക്ക് വഴുതി വീഴുവാൻ സാധ്യതയുള്ള ഒരു ജീവിയാണ്. പ്രവാചകന്മാർക്ക് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ദാസന്മാർക്ക് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. പൊതുവെ പറഞ്ഞാൽ മനുഷ്യനായി പിറന്നാൽ അവർക്കെല്ലാം തെറ്റുകൾ സംഭവിക്കും. കുല്ലു ബനി ആദമ ഖത്താഊൻ. ആദമിൻ്റെ മക്കളെല്ലാവരും അഥവാ മനുഷ്യ സമൂഹം എല്ലാവരും തെറ്റ് ചെയ്യുന്നവരാണ്, തെറ്റുകാരാണ്, പാപകർമ്മങ്ങളിൽ ഏർപ്പെടും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ നമ്മൾ ഈ വഴി തെറ്റിക്കുകയും ഈ പാപങ്ങളൊക്കെ ചെയ്യിപ്പിക്കുകയും ചെയ്യുന്ന നമ്മുടെ ശരീരത്തിൻ്റെ ഇച്ഛകൾക്ക് വഴിപ്പെട്ട് നാം പോകുന്നതാണ് പലപ്പോഴും പാപകർമ്മങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോയി എത്തിക്കുക. നമുക്കറിയാം, റമളാൻ ആഗതമായാൽ അള്ളാഹു മുഷ്ക് കാണിക്കുന്ന ശൈത്വാന്മാരെയെല്ലാം പൂട്ടിയിടും. എന്നാൽ റമളാൻ മാസത്തിലും ധാരാളം ആളുകൾ തെറ്റുകൾ ചെയ്ത് ജീവിക്കുന്നുണ്ട്. അപ്പോൾ ആരാണ് റമളാൻ മാസത്തിൽ ഇവരെ വഴിപിഴപ്പിക്കുന്നത്? റമളാൻ മാസത്തിൽ ഇവരെ വഴിപിഴപ്പിക്കുന്ന ഒന്നാമത്തെ ഏറ്റവും വലിയ ശത്രു അത് സ്വന്തം ശരീരങ്ങളാണ്. ബദർ ദിവസം അടുത്തു വരികയാണ്. ബദറിലെ ഐതിഹാസികമായ യുദ്ധവിജയം കഴിഞ്ഞ് സ്വഹാബാക്കൾ മദീനത്തേക്ക് തിരിക്കുകയാണ്. ആ സമയത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സ്വഹാബ, നിങ്ങൾ ചെറിയ ജിഹാദിൽ നിന്നിട്ടും ഇനി വലിയ ഒരു ജിഹാദിലോട്ട്, ധർമ്മസമരത്തിലോട്ട് കടക്കുകയാണ്. സ്വഹാബാക്കൾ പേടിച്ചു പോയി. ബദർ എന്ന് പറയുന്ന അതിഭീകരമായ, തങ്ങൾക്കൊരു നിലയ്ക്കും ജയിക്കുവാൻ സാധിക്കാതിരുന്ന ഒരു സംഘട്ടനം, അതിൽ വിജയം നേടിയിട്ട് ഇനി അതിനേക്കാൾ വലിയൊരു സംഘട്ടനമോ? നബി തങ്ങൾ അവരോട് പറഞ്ഞു, ഇനി നിങ്ങൾ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ സംഘട്ടനം നിങ്ങളുടെ ശരീരങ്ങളുടെ ഇച്ഛകളുമായിട്ടുള്ളതാണ്. നമ്മുടെ ശരീരങ്ങൾ എപ്പോഴും പാപകരമായ കാര്യങ്ങളിലേക്ക് മുൻതൂക്കം നൽകുന്ന അവസ്ഥയാണ്. നഫ്സുൽ അമ്മാറ, നഫ്സുൽ ലവ്വാമ എന്നൊക്കെ ശരീരങ്ങൾക്ക്, ഇച്ഛകൾക്ക് പ്രത്യേകമായ ചില വാക്കുകൾ തന്നെ പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ മനുഷ്യൻ അവൻ ആസ്വാദനം കിട്ടുന്ന പാപകരമായ കാര്യങ്ങളിലേക്ക് അവൻ്റെ നഫ്സ്, അവനെ ശരീരം വലിച്ചുകൊണ്ട് പോകും. അത് ചിലപ്പോൾ ദൈവീകമായ മാർഗമാണെന്ന് മനുഷ്യനെ തോന്നിപ്പിക്കുന്ന രൂപത്തിലായിരിക്കാം. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആഭിചാരക്രിയകളിലൂടെയും മാരണ സിഹർ കാര്യങ്ങളിലൂടെയും മനുഷ്യൻ്റെ മനസ്സിനെ പാപങ്ങളിലേക്ക് കൊണ്ടുപോകുന്നവർ. അത്തരം ആളുകൾ അവരുടെ ശരീരങ്ങളും വേഷങ്ങളുമെല്ലാം ഒരു ഇസ്ലാമികമായിരിക്കും. അവരുടെ നാവിൽ നിന്ന് പരിശുദ്ധമായ ഖുർആനും പരിശുദ്ധമായ ഹദീസുകളുടെയും വചനങ്ങൾ വരുമായിരിക്കും. അവർ ആകെ ഇസ്ലാമികമായ വേഷവിധാനങ്ങളിലൂടെ ജീവിക്കുന്നവരായിരിക്കും. പക്ഷേ അവരുടെയൊക്കെ ചതിക്കുഴിയിൽപ്പെട്ട് ഇത് ദൈവീകമാണെന്ന ഒരു ചിന്ത നമ്മുടെ ഹൃദയത്തിൽ കടന്നുകൂടി നമ്മുടെ ശരീരത്തിൻ്റെ ഇച്ഛകൾ അത്തരം മാർഗങ്ങളിലേക്ക് നമ്മളെ വലിച്ചിഴയ്ക്കും. നമ്മൾ എത്ര വലിയ മുത്തഖിയായ ആളായിരുന്നാലും, എത്ര നല്ല മനസ്സോടുകൂടിയാണ് അത്തരക്കാരോട് പെരുമാറുന്നതെങ്കിലും അവരുടെ മോശമായ ഒരു ഭാവവും നമ്മളെ ആ സമയത്ത് ബാധിക്കില്ല. കാരണം നമ്മൾ അത്തരം ആളുകളിൽ അകപ്പെട്ട് കഴിഞ്ഞു, അവരുടെ വലയത്തിനുള്ളിലായി കഴിഞ്ഞു. ആരൊക്കെ നമ്മളെ വന്ന് ഉപദേശിച്ചാലും മാറാൻ കഴിയാത്ത വണ്ണം നമ്മുടെ മനസ്സ്, നമ്മുടെ നഫ്സ് അവരിലേക്ക് ചായ്ക്കപ്പെട്ട് കഴിഞ്ഞു.
ഈ വലിയ ചായ്വിൽ നിന്ന് രക്ഷപ്പെടുവാൻ സാധിക്കണം. അങ്ങനെ രക്ഷപ്പെടുന്നവർക്ക് മഗ്ഫിറത്ത് കൊണ്ടല്ലാതെ രക്ഷപ്പെടാൻ കഴിയില്ല. ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം നമുക്കറിയാം. യൂസുഫ് നബി അള്ളാഹുവിൻ്റെ പ്രവാചകനാണ്. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ജീവിതത്തിൽ തുല്യതയില്ലാത്ത ധാരാളം ത്യാഗങ്ങൾ സഹിച്ച വ്യക്തിയാണ്. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ വശീകരിക്കുവാൻ വേണ്ടി സലീഹ ബീവി ധാരാളം കുതന്ത്രങ്ങൾ പ്രയോഗിക്കുമ്പോഴും യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ നെഫ്സും ഒരു നിമിഷം അതിലേക്ക് ചാഞ്ഞുപോയി. ആരാണ് യൂസുഫ് നബി? അള്ളാഹുവിൻ്റെ വലിയ പ്രവാചകനാണ്, മഹത്വമുള്ള പ്രവാചകനാണ്. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് അള്ളാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ കൊടുത്ത റസൂലാണ്. ആ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ശരീരം പോലും ഇത്തരത്തിലുള്ള നെഫ്സിൻ്റെ ഇച്ഛകൾക്ക് ഒരു നിമിഷം വഴിപ്പെട്ടു പോയെങ്കിൽ, ചാഞ്ഞു പോയെങ്കിൽ, സാധുക്കളും പാപങ്ങളുമായ നാം ഓരോരുത്തരുടെയും നെഫ്സുകൾ എത്രയോ തവണ ഈ പാപങ്ങളിലേക്ക് മാറിപ്പോകും. ഇത് മനസ്സിലാക്കിക്കൊണ്ട് അത്തരം കാര്യങ്ങൾ പാപമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അള്ളാഹുവിനല്ലാതെ മറ്റൊരാൾക്കും നമ്മളെ സഹായിക്കാൻ കഴിയില്ല. അള്ളാഹുവിനല്ലാതെ മറ്റൊരാൾക്കും നമുക്ക് രക്ഷപ്പെടുത്താൻ കഴിയില്ല. അള്ളാഹുവിൻ്റെ വേണ്ടുക പ്രകാരമല്ലാതെ ഒരു ഗ്ലാസ് വെള്ളം പോലും നമുക്ക് കുടിക്കാൻ കഴിയില്ല എന്ന ഉറച്ച വിശ്വാസം നമുക്ക് വേണം. നമ്മളിന്ന് പല ഭൗതികമായ മനുഷ്യന്മാരുടെയും മറ്റു കാര്യങ്ങളുടെയും പിന്നാലെ സഞ്ചരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ്റെ വിജയത്തിൻ്റെ മുഴുവൻ അടിസ്ഥാനവും ദൈവീകമാണ്. ദൈവത്തിൻ്റെ ഭാഗത്തു നിന്ന്, അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള സഹായമല്ലാതെ മറ്റൊന്നും കൊണ്ടും ഒരു മനുഷ്യനും സഹായങ്ങൾ ലഭിക്കില്ല. പിന്നെയോ അള്ളാഹു സഹായത്തിനായി ചില വഴികൾ തുറന്നു വയ്ക്കും, ചില ആളുകളെ കാരണമാക്കും. ഏതുപോലെ? ഒരാൾക്ക് രോഗം വന്നു, അയാളുടെ രോഗം അയാൾ വീട്ടിലിരുന്നു കൊണ്ട് മാറില്ല, ഡോക്ടറെ കാണണം. ഡോക്ടർ മരുന്ന് കൊടുക്കും, ആ മരുന്ന് കൊണ്ട് അയാൾ കഴിച്ചാൽ അയാളുടെ രോഗം മാറും. യഥാർത്ഥത്തിൽ അള്ളാഹു അവിടെ രോഗത്തിൻ്റെ ഷിഫായിക്ക്, ശാന്തിക്ക് മരുന്നിനെയും ഡോക്ടറെയും കാരണമാക്കി. ആ രോഗം മാറ്റിത്തരുന്നവൻ അള്ളാഹുവാണ്. ഇത്തരത്തിലുള്ള ഉറച്ച വിശ്വാസം നമുക്കുണ്ടാകണം. പടച്ചവനിലേക്ക് നേരിട്ട് മടങ്ങാൻ നമുക്ക് തയ്യാറാകണം. അള്ളാഹുവിലേക്ക് മടങ്ങാതെ, പടച്ചവനിലേക്ക് മടങ്ങാതെ പടപ്പുകളിലേക്ക് പലപ്പോഴും മടങ്ങുന്നത് നമ്മുടെ നെഫ്സുകൾ കൊണ്ടുപോയി വലിച്ചിഴിക്കുന്ന പാപങ്ങൾക്ക് കാരണമാകും. ഇങ്ങനെ വിവിധ തരത്തിലുള്ള പാപങ്ങൾ, വിവിധ തരത്തിലുള്ള തെറ്റുകൾ, നമ്മുടെ നെഫ്സുകൾ നമ്മളെ കൊണ്ടുപോയി കുഴിച്ചു മൂടുന്ന, കുഴിയിൽ ചാടിക്കുന്ന ധാരാളം പാപങ്ങളുണ്ട്. ഇത്തരം പാപങ്ങളിൽ നിന്നെല്ലാം സുരക്ഷിതമായി മഗ്ഫിറത്ത് നേടലാകണം ഈ പരിശുദ്ധമായ 10 ദിവസങ്ങൾ കൊണ്ട് നമ്മുടെ ലക്ഷ്യം. അത്തരം മഗ്ഫിറത്തുകൾ നേടുന്നവർക്ക് റമദാൻ കൊണ്ട് നേടാൻ കഴിഞ്ഞില്ല എങ്കിൽ പിന്നെ എന്നവർ നേടുവാനാണ്? ഒരാൾക്ക് റമദാൻ കൊണ്ട് നന്നാകാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്ന് നന്നാകാനാണ് എന്ന് ചോദിക്കുന്ന പോലെ റമദാനിൻ്റെ മഗ്ഫിറത്ത് ഒരാൾക്ക് ലഭിച്ചില്ലെങ്കിൽ അയാൾക്ക് പിന്നെ എന്നാണ് മഗ്ഫിറത്ത് ലഭിക്കുക? ഏത് വലിയ കൊടിയ അപരാധിക്കും പാപിക്കും അള്ളാഹു പുറത്തു കൊടുക്കുന്ന റമദാനിൻ്റെ മഗ്ഫിറത്തിൻ്റെ ദിവസങ്ങളിലും പാപങ്ങളിൽ മുഴുകിക്കൊണ്ടാണ് ഒരു മനുഷ്യൻ ജീവിക്കുന്നതെങ്കിൽ അയാളുടെ മറ്റു കാലത്തിലുള്ള ജീവിതത്തിൻ്റെ അവസ്ഥ എന്താണ്? അതുകൊണ്ട് ഈ 10 ദിവസങ്ങൾ, റമദാനിൻ്റെ മഗ്ഫിറത്തിൻ്റെ ദിവസങ്ങൾ, പാപമോചനം തേടിക്കൊണ്ട്, ആ പാപമോചനത്തിൻ്റെ വഴിയിലായി മഗ്ഫിറത്ത് തേടിക്കൊണ്ട് ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. കരുണക്കടലായ പടച്ചവൻ നമുക്കതിന് തൗഫീക്ക് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.